ചന്ദ്രബാബു നായിഡുവിന് കിട്ടിയതൊന്നും പോരാ, ഇനിയും വേണം പോലും. അതിനായി അരമണിക്കൂർ നേരമാണ് മോദിയുമായി കണ്ട് സംസാരിച്ചത്. ആവശ്യമൊന്നു മാത്രം, നയാ പൈസയില്ല കയ്യിൽ. കേന്ദ്രം വാരിക്കോരി ചൊരിഞ്ഞത് ഉപ്പും കടുകും വാങ്ങിച്ചപ്പോഴേക്കും തീർന്നു പോലും. എന്താ കഥ! ബജറ്റിൽ ധനദേവതയായ നിർമ്മല സീതാരാമൻ അനുഗ്രഹിച്ച് നൽകിയതിൽ ഇപ്പോൾ പരാതി അറിയിക്കുകയാണ് ചന്ദ്രബാബു നായിഡു. 30 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ നായിഡുവും മോദിയും സംസ്ഥാനത്തിന്റെ വികസന പ്രശ്നങ്ങളും തീർപ്പാക്കാത്ത പദ്ധതികളെയും കുറിച്ച് ചർച്ച ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വരികയാണ്. കേന്ദ്രത്തിലെ NDA സർക്കാരിലെ മന്ത്രിമാരായ തെലുങ്കുദേശം പാർട്ടി നേതാക്കളായ കെ രാം മോഹൻ നായിഡു, ചന്ദ്രശേഖർ പെമ്മസാനി, പാർട്ടി MP ലവ് ശ്രീകൃഷ്ണ ദേവരായലു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള BJP MPയും കേന്ദ്ര ഘനവ്യവസായ സഹമന്ത്രിയുമായ ഭൂപതി രാജു ശ്രീനിവാസ വർമ്മയും ഒപ്പമുണ്ടായിരുന്നു. BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രധാന സഖ്യകക്ഷികളാണ് TDP. നേരത്തെ നായിഡു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെ കണ്ട് സംസ്ഥാനത്തിന്റെ ആശങ്കകൾ അറിയിച്ചിരുന്നു. BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ നടന്ന NDA നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു മുഖ്യമന്ത്രി വൈഷ്ണവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാന പദ്ധതികൾക്ക് ധനസഹായം തേടുകയും ആസൂത്രണം ചെയ്ത കൂട്ടത്തിൽ ആർസെലർ മിത്തൻ സ്റ്റീൽ പ്ലാന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. പോളവാരം ജലസേചന പദ്ധതിയുടെ പൂർത്തീകരണത്തിനും അമരാവതി തലസ്ഥാന നഗര വികസനത്തിനും സാമ്പത്തിക സഹായം നൽകിയതിന് തെലുങ്കുദേശം പാർട്ടി മേധാവിയോട് മോദി നന്ദിയും പറഞ്ഞു. 2 പ്രൊജക്ടുകളെയും ജോലികൾ പുനരാരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: 94 കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ നിന്നും മുൻ സർക്കാർ ഫണ്ട് വകമാറ്റിയതുൾപ്പെടെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികൾ നായിഡു എടുത്തു പറഞ്ഞു. അതിൽ 74 എണ്ണം ഇപ്പോൾ പുനരാരംഭിച്ചു. മുൻ ഭരണകൂടം 5 വർഷത്തെ റവന്യൂ കമ്മി ഗ്രാന്റുകൾ 3 വർഷം കൊണ്ട് വെട്ടിക്കുറച്ചതായിട്ടും ചൂണ്ടിക്കാട്ടി അദ്ദേഹം പ്രത്യേക സഹായമാണ് മോദിയോട് അഭ്യർത്ഥിച്ചത്. വരാനിരിക്കുന്ന ആർസെലർ മിത്തൻ സ്റ്റീൽ പ്ലാന്റിനെ കുറിച്ച് അസംസ്കൃത വസ്തുക്കളുടെ വിതരണത്തിനും വേഗത്തിലുമുള്ള അനുമതിക്കും നായിഡു കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യയുടെ വികസിത് ഭാരത് പരിപാടിയുമായി യോജിപ്പിച്ച സ്വർണേന്ദ്ര വിഷൻ 2047 രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. വരാനിരിക്കുന്ന തറക്കല്ലിടൽ ചടങ്ങുകളുടെയും പദ്ധതി ഉദ്ഘാടനങ്ങളെയും വിശദമായ പദ്ധതികളും അദ്ദേഹം മോദിയോട് വിശദീകരിച്ചു. പിന്നീട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ചർച്ച ചെയ്യാനും വിവിധ തലങ്ങളിൽ ഫണ്ട് അനുവദിക്കാനും നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായ കിഞ്ചരപ്പു, റാം മോഹൻ നായിഡു, പെമ്മസാനി, ചന്ദ്രശേഖർ, ശ്രീനിവാസ വർമ്മ എന്നിവർ പാർട്ടി MPമാർക്കൊപ്പം പങ്കെടുത്തു. നേരത്തെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ നടന്ന NDA യോഗത്തിലും നായിഡു പങ്കെടുത്തിരുന്നു. സ്റ്റീൽ മന്ത്രി HS കുമാരസ്വാമി, റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എത്ര കിട്ടിയാലും മതിയാകാതെ വരുന്ന ചന്ദ്രബാബു നായിഡു ഇപ്പോൾ BJPക്ക് ഒരു പൊറുതിമുട്ട് ആയിരിക്കുകയാണ്. കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ BJP ഉള്ളത്. കാരണം ഒന്ന് പിഴയ്ക്കാൽ ഭരണം പോകും, ഇണയ്ക്കാൽ കാശും പോകും എന്ന അവസ്ഥ BJPയെ കൊണ്ട് വല്ലാതെ വരിഞ്ഞു മുറുക്കുകയാണ്.